ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്ന ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ, വീടിൻ്റെ അടുത്തുള്ള തന്നെ വാരണാർ ക്ഷേത്രത്തിൽ പോവാട്ടോ. ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയല്ല, അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മിക്ക ദേവീ ക്ഷേത്രങ്ങളിലും വിശിഷ്ട ദിവസം കേട്ടോ. അന്നാണ് ദേവിയുടെ കുറേ വഴിപാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് ഒന്ന് പോകാമല്ലോ എന്ന് കരുതി അങ്ങനെ രാവിലെ പ്ലാൻ ചെയ്ത് പോവാട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് കസിൻകുട്ടിയാണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. വിഷ്ണു ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ നടന്നു പോകാമെന്ന് പറഞ്ഞാൽ എഴുന്നേച്ചാട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ള അമ്പലത്തിലേക്ക് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ വെയിൽ കാരണം ഞങ്ങൾ ഓട്ടോയ്ക്കാട്ടോ പോകുന്നത്. ആൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയിലിരുന്ന മൂസ് ഡബിൾ ഓക്കെ. കാരണം പുള്ളിക്ക് നടക്കണ്ട, വെയിൽ കൊള്ളണ്ട. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ഒന്നും പറയണ്ട. പിന്നെ വിജയമ്മ സുന്ദരിയായൊക്കെ റെഡിയാക്കി ഇരിക്കും കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടി. നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ഓട്ടോ ആട്ടോ വിളിച്ചത്. നമ്മൾ സ്ഥിരമായി പോണ ഒരു ചേട്ടനാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വാനട്ട് അമ്പലത്തിൻ്റെ ഓപ്പണിംഗ് ഗേറ്റ് കേട്ടോ. ആദ്യം നമ്മൾ ഹൈവേ എന്നൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റൂട്ട് വന്നാലും അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഇത് നമ്മുടെ പടിഞ്ഞാറേ നടയാണ് കേട്ടോ. കിഴക്കേ നട ഫ്രണ്ടിലായിട്ടാണ്. പക്ഷേ എല്ലാവരും പടിഞ്ഞാറ നടയിൽ കൂടിയാണ് കേട്ടോ കൂടുതലും കയറുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വരാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെയാണ് കയറുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ പുറത്തൊരു കുളവും അതുപോലെ തന്നെ പൈപ്പും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വന്നുകൊണ്ട് ഇത്തിരി ശുദ്ധിയായിട്ട് കയറാൻ വേണ്ടി നമ്മൾ കാലൊക്കെ കഴുകി വേണം കേട്ടോ കയറാനായിട്ട്. ഇവിടെ എപ്പോഴും ഒരു 2 കട എന്തായാലും ഉണ്ടാവും കേട്ടോ. പിള്ളേരൊക്കെ അടങ്ങിയിരിക്കണമെങ്കിൽ ഇത് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടെ കൂടുതലും തിരക്ക് വരണത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുതി എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. അപ്പം അതിനാണ് കൂടുതലും ആൾക്കാർ വരുന്നത് കേട്ടോ. ഞങ്ങൾ ഇത്രയും തിരക്ക് പ്രതീക്ഷയല്ല പോയത്, പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലാണെങ്കിലും നടയുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടിയുള്ള രസീത് എടുക്കാൻ വേണ്ടി നിൽക്കാട്ടെ. ഇവിടെ 5 ക്യൂ ഉണ്ട് കേട്ടോ. 5 രീതിയിൽ നിൽക്കാനുള്ളൊരു അവർ സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏത് കൗണ്ടറിൽ വേണേലും പോയി ചെയ്യാട്ടോ. എനിക്ക് അത്യാവശ്യം തിരക്കില്ലാത്തൊരു കൗണ്ടറിലാണ് ഞാൻ കയറിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടോ ഞങ്ങളവിടെ നിന്ന്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രസീത് എടുക്കാൻ നേരത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് നക്ഷത്രക്കാവ്. ഇവിടെ നമ്മൾ പോണതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഓരോ ആൾക്കാർക്ക് ഓരോ നാളുകളുണ്ടാവില്ലേ, ആ നാളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കണം നല്ലതെന്നാണ് പറയുന്നത്. കാരണം കേട്ടോ നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഒരു ദോഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രത്തിനെ എപ്പോഴും വന്ദിക്കണം എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതിനുള്ള കുറേ വൃക്ഷങ്ങളുണ്ട്. എൻ്റെ നാളെ അത്തമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വൃക്ഷവും അതുപോലെ തന്നെ ഒന്നെങ്കിൽ കോഴിയോ അതുപോലെ പക്ഷി വർഗ്ഗങ്ങളോ അല്ല മൃഗങ്ങളോ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ വിജയമ്മയുടെ വിശാഖമാണ്. അപ്പോൾ അതിൻ്റെ മരവും അതിൻ്റെ കൂടെയുള്ള നമ്മുടെ മൃഗവുമാണ്. അപ്പോൾ മുസിനെ ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി നടക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ നാള് അത്തമാണ് കേട്ടോ. എൻ്റെ അമ്പഴമാണ്. അതുപോലെ തന്നെ എൻ്റെ പക്ഷി കാക്കയും മൃഗം പോത്തുമാണ് കേട്ടോ. അപ്പം ഞാനവിടെ ഒഴിച്ചു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 വലത്തിട്ട് ഒഴിക്കാം, ഇല്ലെങ്കിൽ ഒറ്റ വലത്തിൽ തന്നെ ഒഴിച്ചു പോരാ കേട്ടോ. എനിക്കിത് കൃത്യമായിട്ട് അറിയില്ല, അമ്മ പറഞ്ഞത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം, എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. ആളുടെ നാളല്ലാതെ തന്നെ എല്ലായിടത്തും നടന്നൊഴിക്കണുണ്ട് കേട്ടോ. പുള്ളിക്കെല്ലാം പിടിച്ചു നോക്കണം, ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്നും പറയണ്ട. പുള്ളി എവിടെ നിൽക്കത്തില്ല, ഇങ്ങനെ ഓടി നടക്കുകയാണ് പുള്ളി. അങ്ങനെ നമ്മളവിടെ തൊഴുതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിൽ നിന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ക്യൂ ആയിരുന്നു. പിന്നെ ബേബി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്യൂവിൽ പെട്ടെന്ന് കയറി നിന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന സമയത്താണ് എൻ്റെ ഒരു കൊറിയർ ആ ചേട്ടൻ കൊണ്ടുവന്നത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊറിയർ ഇപ്പം മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമുക്കൊരു 15 ദിവസം കൂടി കഴിഞ്ഞ് കിട്ടത്തുള്ളായിരുന്നു. ഭാഗ്യത്തിന് ആ ചേട്ടൻ അമ്പലത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. നല്ല സർവീസായിരുന്നു കേട്ടോ അവരുടെ. അങ്ങനെ ഞങ്ങളുടെ ക്യൂ പതുക്കെ നീങ്ങാൻ തുടങ്ങി. ഇപ്പം നമ്മൾ അവിടെ ഭക്ഷണം വിളമ്പുന്ന അവിടെ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഇട്ട് തരും കേട്ടോ. പിള്ളേർക്ക് കുറച്ച് അങ്ങനെയൊക്കെ ഇട്ട് തരണം. കാരണം ഫുഡ് കൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കരുതല്ലോ, അതുകൊണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഭക്ഷണം വേണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് അവരിടുമ്പോഴേക്കും ഇടുന്നതിന് മുമ്പ് തന്നെ പറയണം. നമ്മൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
അത് വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യവും പായസം ഉണ്ടാകുന്നതാണ് കേട്ടോ, എല്ലാ വെള്ളിയാഴ്ചകളിലും. എന്താണെന്ന് അറിയില്ല, ഇന്ന് പായസം ഉണ്ടായിരുന്നില്ല. നമുക്ക് മേളിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇമ്മൂസ് ഇപ്പം തന്നെ ടയേർഡായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ഈ വീഡിയോസിൽ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോസ് കണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമ്മളത് പരിഗണിച്ച് നല്ല രീതിയിൽ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ ശ്രമിക്കും കേട്ടോ.